നമസ്കാരം എന്റെ പ്രേക്ഷകരെ, നല്ല അടിപൊളി വണ്ടിയുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ഇന്ദിരാനഗറുള്ള ബെസ്റ്റ് ഡീലിലാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചെറിയ വിലയിലുള്ള നല്ല വാഹനങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. 2018 മോഡൽ ഒരു പെട്രോൾ വേരിയന്റ് വരുന്നൊരു എഗ്രീസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനമാണ്. ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 56,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. നമ്മൾ വാഹനത്തിന്റെ സൈഡിൽ വശത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം. അല്ലെങ്കിൽ നമുക്ക് ടയറിലേക്ക് ആദ്യം വരാം. ഏകദേശം ഒരു 90% ടയറുണ്ട്. 4 ടയറുകളും 90% ടയറുണ്ട്. പിന്നെ അതുപോലെ എന്റെ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബേക്കിൽ ഒരു ഡോറ് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. പിന്നെ അതേപോലെ ഇന്റീരിയറും കാര്യങ്ങളും പക്ക നീറ്റ് ആയിട്ടുള്ളൊരു വാഹനം. സുഖമായിട്ട് 5 പേർക്ക് യാത്ര ചെയ്യാം. അതേപോലെ നമ്മൾ ആ കളർ വേരിയന്റും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ഷൈനിങ് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു വാഹനം. എല്ലാവർക്കും സുഗമമായിട്ട് ഒരു വീട്ടിലൊരു കൊച്ചു വീട്ടിലേക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ ടയറിലേക്ക് നമ്മൾ വീണ്ടും വരുവാണെങ്കിൽ അലവിലും കാര്യങ്ങളും നമ്മളൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. നമ്മൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് ചോദിക്കുന്നത് ഒരു 480 ചോദിക്കുന്നുണ്ട്. 480 നമ്മൾ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ₹1.25 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ വാഹനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഒരു 3 സംതിങ് നിങ്ങൾക്ക് ലോൺ കയറുകയും ചെയ്യും. അപ്പം തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, തീർച്ചയായിട്ടും വിളിക്കാം. ഡീസൽ വേരിയന്റിൽ വരുന്നൊരു ഹോണ്ട അമേസ് ആണ്. ഏത് മോഡൽ വരുന്നതാണ്? 2016 മോഡൽ വരുന്നൊരു വാഹനമാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം. ഷോറൂം സർവീസ് ഷോറൂം കണ്ടീഷനിലുള്ള വാഹനമാണ്. സർവീസും കാര്യങ്ങളെല്ലാം കമ്പനി വകയുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. നമ്മള് ടയറിന്റെ കാര്യം ഫുൾ ടയറുകളുള്ള വാഹനമാണ്. 4 ടയറും ഫുള്ളായിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒരു പെയിന്റ് ചെയ്ത് മറന്ന് വണ്ടി എടുക്കുമ്പോൾ ഒന്ന് പോളിഷ് ചെയ്ത് ആണ് വണ്ടി ഇവിടുന്ന് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് പുറത്ത് വിടുന്നത്. അപ്പം അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി. പിന്നെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഫുൾ കണ്ടീഷനിലുള്ള ഒരു വാഹനമാണ്. സീറ്റുകളും കാര്യങ്ങളും ഒക്കെ നീറ്റാണ്. സുഖമായിട്ട് 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. അത്യാവശ്യം നമുക്ക് ഈ ഹോണ്ട അമേസ് വെച്ചൊരു എത്ര മൈലേജ് ഉണ്ടാവും? ഏകദേശം ഒരു 18-19 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഡീസലാണോ ഒരു 20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. നമ്മൾ എത്ര പൈസ നമ്മൾ ഈ വാഹനം 5.5 ലക്ഷം രൂപ ചോദിക്കുന്നു. 5.5 നമ്മൾ ചോദിക്കുന്നു. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ലോൺ കയറുമല്ലോ? ലോൺ ഒരു 4 lakh വരെ ചെയ്യാം. ഒരു 4 ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. ഒരു 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും, തീർച്ചയായിട്ടും വിളിക്കുക. അടുത്തൊരു കിടക്കാച്ചി വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. യുവാക്കളുടെ ഹരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന വാഹനമാണ്. പെട്രോൾ വേരിയന്റ് വരുന്നൊരു പോളോ ആണ്. കാരണം ഇപ്പോഴും യുവാക്കളുടെ ഇടയിൽ ഇപ്പോഴും ഹരമായിട്ട് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു നല്ല വാഹനമാണ്. കാരണം അധികം ആരും കയ്യിൽ ഉണ്ടെങ്കിൽ ഇതധികം കൊടുക്കാറില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഈ വാഹനത്തിന്റെ പ്രത്യേകത. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു പോളോ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വാഹനം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാനഗറിലെ ബെസ്റ്റ് ഡീലിൽ ഈ വാഹനം നിലവിൽ ഇപ്പം ഒരു വാഹനം നിലവിലുണ്ട്. ഏകദേശം ഒരു ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വാഹനമാണ്. എത്ര കിലോമീറ്റർ? 96,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കാരണം എല്ലാവരും ദൂരയാത്രയ്ക്ക് ആണെങ്കിൽ യുവാക്കൾ യൂസ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60-70% ടയറുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനുള്ള ഒരു വാഹനമാണ്. കാരണം സുഗമമായ യാത്ര, നല്ല രീതിയിൽ നമുക്ക് വാഹനം എത്ര സ്പീഡിൽ നല്ല രീതിയിൽ ഓടിച്ചാലും അധികം കുലുങ്ങാത്ത ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും യുവാക്കൾ ഇതിനൊരു ഹരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാരണം അത് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൈലേജ് കാര്യങ്ങളും അത്യാവശ്യം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. നമുക്ക് ഈ സുന്ദരമായ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. 5.5 നമ്മൾ ചോദിക്കുന്ന റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഒരു
എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 1.5 വേണം. 1.5 ചെയ്യാം. 1.5 ഉണ്ടെങ്കിൽ അത് 1.5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോളോ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 4 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ലോണ് അവൈലബിൾ ആണ്. അപ്പം തീർച്ചയായിട്ടും ഈ അവസരം മിസ് ചെയ്യരുത്. കാരണം ബെസ്റ്റ് ഡേയിൽ ഈ വാഹനം ഉണ്ട് ഇന്ദിരാനഗർ കാസർഗോഡ്. അപ്പൊ തീർച്ചയായിട്ടും കാസർഗോഡുകാർക്ക് ഈ വാഹനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിലും പെട്ടെന്ന് നോക്കുക. അതുപോലെ പുറത്തൊക്കെ ആണെങ്കിൽ ഈ വിലയ്ക്ക് എന്തായാലും നല്ലൊരു വാഹനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നല്ല കണ്ടീഷനുള്ള വാഹനം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും വിളിക്കുക.